കൺസിഡറേഷൻ ഒന്നുമില്ല. ഈ അച്ഛന്റെ മോനുമാണ്, ടീച്ചറിന്റെ മോനുമാണ്. അപ്പൊ ആ സമയത്തെ ഒരു പഴഞ്ചൊല്ല് എന്താന്ന് വെച്ചാൽ അച്ഛന്മാരുടെ മക്കളും ടീച്ചർമാരുടെ മക്കളും ഭൂലോക പിഴകളാണെന്നാണ്. അപ്പൊ എനിക്ക് ഒരു കള്ളത്തരങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഞാൻ ആ കള്ളത്തരം കാണിക്കും, നേരെ ചെന്ന് പപ്പായോട് പറയും. 2 ദിവസം വീട്ടിൽ വന്ന് ചിലപ്പോൾ ഒരാഴ്ച ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും പരിപാടിയൊന്നും ഇല്ലേ? ഞാൻ പറയില്ല. എന്ത് പറ്റി? ഔട്ടായി. ഗൾഫിലിരുന്ന ഞങ്ങള്, അപ്പൊ അവിടുന്ന് വരുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തെങ്കിലും ജോലി, എന്റെ മോൻ എന്തേലും ഒരു ജോലി. കളിയൊക്കെ കഴിഞ്ഞു 4 മണിക്ക് കളിച്ചൊക്കെ കഴിഞ്ഞു. വെള്ള ഷർട്ടാണ് യൂണിഫോം. അത് മുഴുവൻ പുറം മുഴുവൻ ചള്ളയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കത്തില്ല. അതുപോലെ അപ്പോൾ അവിടെ ബാഗൊക്കെ അങ്ങോട്ട് പുറകിലോട്ട് തൂക്കിയിട്ട് പുള്ളി വളരെ മാന്യനായിട്ട് വീട്ടിൽ വരും. ഞാൻ എന്നും ഹാപ്പിയാ. അമ്മ എത്രത്തോളം ഹാപ്പിയാ? എനിക്കിപ്പം ഹാപ്പിയാ. ഇൻവെർട്ടഡിൽ ഇട്ടിട്ടുണ്ട്. ഞങ്ങളൊരു പുരോഹിത ഫാമിലി അല്ലേ. അപ്പൊ ആദ്യമേ ഈ പുരോഗമന ഫാമിലി, പുരോഹിത അച്ഛനായിരുന്നു. അത്രയും കാലത്തിന് കാത്തിരിപ്പല്ലേ മകന്റെ ഒരു. അങ്ങനെ ഞാൻ മമ്മിയെ പ്രിവ്യൂ കൊണ്ടുപോയി കാണിച്ചു. ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാരും കൈയൊക്കെ അടിച്ച് എഴുന്നേറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ വരിക. അപ്പൊ ഞാനിങ്ങനെ മമ്മിയെ നോക്കി അഭിമാനത്തോടെ. അപ്പൊ എന്റെ മനസ്സിലെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞ് നീ ചെയ്തല്ലോടാ എന്ന് പറഞ്ഞൊരു ഉമ്മയൊക്കെ നീ നന്നായിട്ടുണ്ട്. ഞാനിങ്ങനെ മമ്മിയെ നോക്കിയോ, മമ്മി ഇങ്ങനെ നടന്നു വന്നിട്ട് ഈ ഒരു അച്ഛന്റെ മോനാണെന്നുള്ളത് ഇവരുടെ കഥ ഇങ്ങനെ തുറന്നാൽ എന്നെ കാണാവുന്നൊരു സ്ഥലത്തിരുത്തി പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് പഠിക്കാൻ. അതിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് ഇങ്ങനെ തൂങ്ങി താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കും. സയൻസിനെ കുറിച്ച് വലിയ അറിവില്ലെന്ന് തോന്നുന്നു. ഒരു ബൈക്ക് കത്തിച്ച കഥ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. സ്കൂട്ടർ, ഇങ്ങനത്തെ 100 വള്ളത്തരങ്ങൾ നമ്മൾ അറിയത്തില്ലല്ലോ. പല കാര്യങ്ങൾ ബസ്സിൽ പോയപ്പം ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. ഞാനും സെറ്റിലായിട്ടില്ല, വൈഫും സെറ്റിലായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പപ്പ മരിക്കുന്നതിന് അന്ന് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്നു വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പപ്പ കിടന്നിട്ടാണ് പപ്പ മരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോൾ പപ്പ എനിക്ക് നിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. പപ്പ കാണാതെ തന്നെ വിശ്വസിച്ച ആളാണ്. ഹലോ കൗമുദി വ്യൂവേഴ്സ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് മമ്മി ആൻഡ് മീ. ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഒരു ഓസം മമ്മി ആൻഡ് സൺ ആണ്. ലെറ്റ് മി വെൽക്കം പ്രശാന്ത് അലക്സാണ്ടർ ആൻഡ് ലീലമ്മ അലക്സാണ്ടർ. ഹലോ ആൻഡ് സ്വാഗതം. താങ്ക് യു. പ്രശാന്ത് ഏട്ടൻ്റെ ഞങ്ങളുടെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, അതായത് ആങ്കറിങ് ഒക്കെ ചെയ്യുന്നവരുടെ ഒരു മെമ്മറി എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നത് 2018 ഒരു പ്രൊമോഷനാണ്. പ്രശാന്ത് ഏട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്യുമ്പം പ്രശാന്ത് ഏട്ടൻ പെട്ടെന്ന് കയറി വന്നു. ആരെടുക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളൊക്കെ ഭയങ്കര കൺഫ്യൂസ്ഡാണ്, കാരണം ഞങ്ങൾ പ്രിപ്പയർഡ് അല്ല. അപ്പം ഞങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ പ്രശാന്ത് ഏട്ടൻ പറഞ്ഞു, എടാ പെട്ടെന്ന് വിക്കിപീഡിയ എടുത്ത് നോക്ക്, എൻ്റെ 4 പടങ്ങൾ ഇതിന് മുന്നത്ത് നോക്ക്, 4 ചോദ്യം ചോദിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കട്ടോ. അപ്പോൾ അതിൽ പറഞ്ഞു, അപ്പോൾ അവൻ്റെ പ്രശ്നം അപ്പോൾ ഇന്നില്ലല്ലേ, അപ്പോൾ എന്നാൽ ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് പുള്ളി പോയി. അപ്പോൾ ഞങ്ങളുടെ മറ്റേ പ്രൊഡ്യൂസർ പറഞ്ഞു, പുള്ളി അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു, പുള്ളി നിങ്ങൾക്ക് അത്ര പരിചയമില്ലെന്ന് തോന്നുന്നു പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് ഞങ്ങളിങ്ങനെ അയ്യോ വൽക്കല്ലാടി അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് ഷോസ് പറഞ്ഞത് പ്രസാദ് ഏട്ടൻ്റെ. അപ്പോൾ ഈ ഒരു ജേർണിയിൽ ഇപ്പം എത്രത്തോളം ഹാപ്പിയാണ്? ഞാനോ? ഞാൻ എന്നും ഹാപ്പിയാ. അതെ, അമ്മ എത്രത്തോളം ഹാപ്പിയാ? എനിക്കിപ്പം ഹാപ്പിയാ. ഇപ്പൊ ഹാപ്പിയാണ്. ഈ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പലരും ഇങ്ങനെ പറയായിരുന്നോ, എന്താ അവരെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഈ TV ഇങ്ങനെ ഇത് കുറെ കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? പിന്നെ ഞങ്ങളൊരു പുരോഹിത ഫാമിലി അല്ലേ. അപ്പൊ ആദ്യമേ ഈ പുരോഗമന ഫാമിലി, അച്ഛനായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് സിനിമയ്ക്കകത്തൊക്കെ പോകുന്നു പറയുന്ന ഒരു വലിയ, എന്നെ സംബന്ധിച്ച് വലിയ പ്രയാസമായിരുന്നു. ഇനി കേൾക്കുന്ന ആളുകളും ഞങ്ങളുടെ സമൂഹവും അച്ഛൻ്റെ മോനെ വിട്ടിരിക്കുന്നു, അങ്ങനെയുള്ള ഒത്തിരി പഴികൾ അച്ഛനൊക്കെ കേട്ടിട്ടുണ്ട്. അച്ഛനതൊന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് അതൊക്കെ ഒരു പ്രയാസമുണ്ടായിരുന്നു. പിന്നെ നമ്മളെപ്പോഴും ഈ മാസ ശമ്പളം മേടിക്കുന്നവരായതുകൊണ്ട് നമ്മുടെ മനസ്സിലെപ്പോഴും ഒരു നല്ല ജോലി, ഗവൺമെൻറ്റിൽ എവിടെയെങ്കിലും ഒരു ജോലി കിട്ടി മാസം തോറും ശമ്പളം മേടിക്കുന്ന ഒരു പണിക്കാ പോകാൻ ഞാൻ ഒത്തിരി നിർബന്ധിച്ചു. ആ BCom എടുക്കടാ ജോലി പറഞ്ഞു. പക്ഷെ
പക്ഷെ നടന്നില്ല. പക്ഷെ പപ്പയുടെ സൈഡിൽ നിന്ന് കുറച്ചും കൂടി ഭയങ്കര സപ്പോർട്ട് അല്ലായിരുന്നു കലയെ സപ്പോർട്ട്. പപ്പയാണ് എന്നോട് പറഞ്ഞത് നീ ഈ സിനിമ പഠിക്കാൻ, സിനിമ പഠിച്ച് നീ ചെറുപ്പമായി സ്കൂള് ഒരു 6ാം ക്ലാസ് മുതലേ ഞാൻ സ്റ്റേജിൽ കയറുന്നുണ്ട്. അതിന് മുമ്പേ 2ാം ക്ലാസ് മുതലേ കയറുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം മെഡിക്കൽ കയറി തുടങ്ങിയത് 6ാം ക്ലാസ്സിലാണ്. അപ്പം എല്ലാ സമ്മാനങ്ങളൊക്കെ കുറേ കിട്ടിയിട്ടുണ്ട്. അപ്പം പപ്പ പറഞ്ഞു നീ പോയി ഇത്ര കലാകാരനൊക്കെ അല്ലേ, നീ എന്തിനാണ് MBA ചെയ്യാൻ പോകുന്നത്, മറ്റേ നീ സിനിമ പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യും. അങ്ങനെയാണ് ഞാൻ മീഡിയ കമ്മ്യൂണിക്കേഷൻ, പപ്പ തന്നെ കോളേജ് കണ്ടുപിടിച്ച് തന്നത്. കൊടൈക്കനാലിലെ. അപ്പൊ അതിലേക്കൊക്കെ പോകുന്നതിന് മുന്നേ ഈ ഇവര് ഗ്രോയിങ് അപ്പ് എനിക്ക് തോന്നുന്ന 2 സിസ്റ്റേഴ്സ് ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പപ്പ എന്തോരം യുദ്ധം ചെയ്തിട്ടായിരിക്കും എന്നെ അതിന് വിട്ടതെന്നുള്ളത്. കാരണം എൻ്റെ മോനെ ഒന്ന് സ്കൂള് ചേഞ്ച് ചെയ്യാൻ ഞാൻ എടുത്ത ഫൈറ്റ് എന്താണെന്നുള്ളത് എനിക്കറിയാം. കാരണം അമ്മമാർ ഭയങ്കര സ്ട്രോങ് ആയിട്ട് നമ്മളെ അപ്പന്മാരെക്കാട്ടിലും മക്കളുടെ ഭാവിയിൽ കൺസേൺഡ് അമ്മമാരാണ് എന്ന് സ്വയം വിചാരിച്ചും വിശ്വസിക്കുകയും ചെയ്ത് അതിനുവേണ്ടി അങ്ങ് പോരാടുകയാണല്ലോ. പക്ഷെ ഞങ്ങളുടെ കാലത്ത് അങ്ങനല്ല. ഞങ്ങളുടെ കാലത്ത് ഇപ്പം അപ്പം പറയുന്നത് എന്തോ ആണെന്നോ അതിനെ ഇതിന് പറഞ്ഞു മുന്നോട്ട് പോകാനുള്ള ഒരു ഞങ്ങൾ കേൾക്കും. അങ്ങനെ വിധേയപ്പെട്ട് ജീവിക്കുന്ന അന്നത്തെ കാലം എന്ന് പറയുമ്പോൾ അത്രയ്ക്കുള്ള അറിവും അതുപോലുള്ള പരിചയങ്ങളും ഒക്കെ അല്ലേ ഉള്ളൂ. സാധ്യതകളെ കുറിച്ചൊന്നും നമ്മൾ അത്രയൊന്നും പഠിച്ചിട്ടില്ല, അത്രയൊന്നും അറിവില്ല. പിന്നെ പുരുഷന്മാരാകുമ്പോൾ അവർക്ക് കുറെ കൂടെ ഒക്കെ ദീർഘവീക്ഷണം ഉണ്ട്. അപ്പം പിന്നെ ആ പറയുന്ന നമ്മളങ്ങ് അംഗീകരിക്കും, അതേ നടക്കുകയുള്ളൂ. പ്രതിഷേധമൊന്നുമില്ല. പക്ഷെ അല്ല, അതായിരിക്കും ഒന്നുകൂടെ നല്ലതെന്നാണ് ഇപ്പം ഞാൻ ഓർക്കുന്നത്. അവരുടെ ഒരു സപ്പോർട്ട്, അവർ പറയുന്ന കുറേയൊക്കെ ഒന്ന് അംഗീകരിച്ച് ഒന്ന് പോകുന്നതായിരിക്കും കുറെ കൂടെ. 2 ആൺപിള്ളേരുള്ള രോദനമാണോ ഞാൻ കേൾക്കുന്നത്? അല്ല, ഒത്തിരി വ്യത്യാസമല്ലേ ഇപ്പോഴത്തെ ആ കാലത്തെ ജീവിതവും ഇപ്പോഴത്തെ ആയിട്ട്. അതൊന്നും നമുക്കിപ്പോൾ ഇവരുടെ അടുത്ത് പറയാൻ പോലും ഒക്കത്തില്ല, അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ്. അപ്പം പിന്നെ ഞങ്ങൾ ജീവിച്ച ആ കാലം ഞങ്ങൾക്ക് നന്നായിരുന്നു. അഭിപ്രായങ്ങളൊക്കെ ചിലപ്പോൾ ഒക്കെ വിയോജിപ്പുണ്ടായിട്ടുണ്ടെങ്കിലും ഒടുവിൽ അതിനോടങ്ങ് യോജിക്കും. അല്ല അമ്മ, ഇപ്പൊ പ്രശാന്ത് ഏട്ടൻ പിള്ളേരൊക്കെ ഇങ്ങനെ ഓരോ കാര്യത്തിന് വഴക്ക് പറയുമ്പോൾ അമ്മ ഇങ്ങനെ പണ്ട് ഇവൻ എന്ത് കേടിയായിരുന്നു, അവനാണ് പിള്ളേരെ മര്യാദ പഠിപ്പിക്കുന്നത്. അല്ല, അങ്ങനെ കേടിത്തരമൊന്നുമില്ല, എന്നാലും കുസൃതരം ഉണ്ടായിരുന്നു. അല്ല, അവനൊത്തിരി പിള്ളേർക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. പപ്പ അങ്ങനെ ആയിരുന്നു. ഞാൻ വല്ലതും കിടന്ന് അതും ഇതും പറഞ്ഞാലും TV കാണലും പഠിക്കണമെന്നൊക്കെ പറഞ്ഞാലും അനങ്ങത്തിൽ അവിടെ ഇരിക്കും. ഇവരവരുടെ ഇഷ്ടം പോലെ കാണും, പഠിക്കേണ്ട സമയത്ത് പഠിക്കും. അങ്ങനെയൊക്കെയായിരുന്നു. ആ ഒരു സ്വഭാവം തന്നെയാണ് പ്രശാന്തും പിള്ളേരോട് കാണിക്കുന്നത്. അങ്ങനെ ഒരു വലിയ നിർബന്ധമോ അങ്ങനെയുള്ളതൊന്നുമില്ല. ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ ഈ അമ്മയ്ക്ക് ഇങ്ങനെ ഓർമ്മയുള്ളത്, അതായത് ഒരു ഇൻസിഡൻസിൽ ഇങ്ങനെ സ്കൂളിലേക്ക് വിളിപ്പിച്ചോ, എന്തെങ്കിലും അവിടെ ഒരു ചെറിയ കുഴപ്പം ഒപ്പിച്ച് സ്കൂളിലേക്ക് വിളിപ്പിച്ച സീനോ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയുള്ളതൊന്നുമില്ല. വളരെ മര്യാദ. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാല് മമ്മിയും ടീച്ചറാണ്. അപ്പം മിക്കപ്പോഴും ഞാൻ പഠിക്കുന്ന സ്കൂളിന്റെ അടുത്ത് തന്നെ ആയിരിക്കും മമ്മിയുടെയും സ്കൂള്. അപ്പൊ ഈ ബസ്സിലാണല്ലോ എല്ലാവരും പോയി വരുന്നത് ആ കാലത്ത്. അപ്പം എൻ്റെ സ്കൂളിലെ ടീച്ചേഴ്സിനെ എല്ലാം മമ്മിക്ക് അറിയാം നേരിട്ട്. ഇവർ ഒന്നിച്ചാണ് എല്ലാവരും പോകുന്നതൊക്കെ. അപ്പൊ മിക്കവാറും കാര്യങ്ങൾ വിളിപ്പിക്കുന്നതിലേക്ക് എത്തത്തില്ല, അതിനു മുമ്പ് തന്നെ ബസ് വെച്ച് തന്നെ രാജിയാവും. അങ്ങനെ എന്നും കാണുന്നുണ്ടല്ലോ സ്കൂളിലോട്ട് വിളിപ്പിക്കും. ഇന്നത്തെ പോലെ സ്കൂളിലേക്ക് വിളിപ്പിച്ച് PTA പേരൻസിനെ വിളിപ്പിച്ച് അവരുടെ മുമ്പിൽ അസസ്മെന്റ് നടത്തി അങ്ങനത്തെ ഒരു കാലഘട്ടം അല്ലായിരുന്നല്ല. അങ്ങനെയുള്ള ഒരു ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കളിയൊക്കെ കഴിഞ്ഞു 4 മണിക്ക് കളിച്ചൊക്കെ കഴിഞ്ഞു വെള്ള ഷർട്ടാണ് യൂണിഫോം. അത് മുഴുവൻ പുറം മുഴുവൻ ചള്ളയെന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടാൽ സഹിക്കത്തില്ല, അതുപോലെ. അപ്പോൾ അവിടെ ബാഗൊക്കെ അങ്ങോട്ട് പുറകിലോട്ട് തൂക്കിയിട്ട് പുള്ളി വളരെ മാന്യനായിട്ട് വീട്ടിൽ വരും. നമ്മൾ ഈ കഴുകാനെടുക്കുമ്പോഴാണ് ഇത് കാണുന്നത്. പിന്നെ കളിയൊക്കെ കഴിഞ്ഞേ വരത്തുള്ളൂ. പിന്നെ ഒന്നും നമ്മൾ പറഞ്ഞാലൊന്നും പിള്ളേരൊന്നും കളിക്കാതെ ഇങ്ങ് ഓടി പോരണോടാന്നൊന്നും പറഞ്ഞാൽ ഞാൻ പറഞ്ഞാലും അപ്പം പറയും നീ 2 മണിക്കൂർ അവിടെ നിന്ന് കളിച്ചേച്ച് വന്നാൽ മതി എന്ന് പറയും. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. അത് അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു. ഇപ്പൊ കലയാണെങ്കിലും അല്ലെ ഗെയിംസ്, അതായത് പഠിക്കണം എന്ന് ഒരു പ്രഷർ ഉണ്ടായിരുന്നു? അങ്ങനെ വലിയ പ്രഷർ ഇല്ല. അതുപോലെ ഇവനും അതെന്ത് പ്രഷർ ഇല്ലാത്ത പഠിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, പഠിച്ചോളും. അത് അങ്ങ് ഒത്തിരി ഒന്നും കമ്പൽ ചെയ്താലും വിശേഷമില്ല. പഠിക്കാനുള്ള സമയത്ത് അവർ പഠിച്ചോളും. എപ്പോഴും പഠിത്തമൊന്നുമല്ല. ഇതൊക്കെ ഉള്ളിൽ നിന്ന് സ്വയം തോന്നി വരേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതിലാണ് പപ്പ വിശ്വസിച്ചിരുന്നത്. ആരൊക്കെ എന്തൊക്കെ നിർബന്ധിച്ചാലും ഇപ്പൊ 100-ൽ 100 മേടിച്ചെന്ന് പറഞ്ഞാലും പ്രാക്ടിക്കൽ ലൈഫിൽ ഫെയിലർ ആയി കഴിഞ്ഞാൽ അതിൽ കാര്യമില്ലല്ലോ. ഭയങ്കര മിടുക്കനായിട്ട് പഠിച്ച്
വലിയ റാങ്കുകൾ മേടിച്ച് വന്നിട്ട് ഒരു ചലഞ്ച് വന്നപ്പോൾ അതിനെ ഫേസ് ചെയ്യാനാവാതെ ജീവിതത്തിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ ആൾക്കാർ 100 പേരുണ്ട്. അപ്പോൾ പപ്പ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചിന്തിക്കുമ്പോൾ അന്ന് നമുക്കത് അറിയത്തില്ല. പപ്പ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക ഇത് അവൻ്റെ ഉള്ളിൽ നിന്ന് എന്താണോ ആഗ്രഹം വരുന്നത് ആഗ്രഹത്തിന് പുറകെ അവൻ പൊക്കോളും എന്നുള്ള ചിന്തയിലായിരിക്കാം പപ്പ വന്നിരുന്നത്. മമ്മി പക്ഷെ എന്നെ രാവിലെ വെളുപ്പിനെയൊക്കെ പരീക്ഷാ സമയത്ത് 5 മണിക്കൊക്കെ വിളിച്ചുണർത്തി ഇവരുടെ കഥ ഇങ്ങനെ തുറന്നാൽ എന്നെ കാണാവുന്നൊരു സ്ഥലത്തിരുത്തി പഠിപ്പിക്കും. ഞാൻ ഇങ്ങനെ ഒരു ഇരിപ്പുണ്ട് പഠിക്കാൻ, അതിൽ ഞാൻ ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് ഇങ്ങനെ തൂങ്ങി താഴോട്ട് പോകുമ്പോൾ ഇങ്ങനെ നോക്കും. ചിലപ്പോൾ മമ്മി ഒന്ന് അടിച്ചുണർത്തിയിട്ടുണ്ട്. മമ്മി ചെയ്യാവുന്നൊക്കെ ചെയ്തിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവനെ ഒന്ന് രക്ഷിക്കാൻ. പിള്ളേർ പഠിക്കണമെന്ന് കുറെ കൂടെ പിന്നെ അപ്പന്മാരെ കാട്ടി കൂടുതൽ ഈ കാര്യങ്ങളിലൊക്കെ നമ്മൾക്ക് ആ മനസ്സിൽ മോശമാകാനൊക്കത്തില്ലല്ലോ. പിന്നെ ജയിക്കും. അന്നൊക്കെ അന്ന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയായിരുന്നു. എനിക്കറിയാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാണ് ഫസ്റ്റ് ക്ലാസ് കിട്ടിയെന്നുള്ളത്. പക്ഷെ റിസൾട്ട് വന്ന ആൾക്കാർ ചോദിക്കുമ്പം മോനെ റിസൾട്ട് വന്നു, ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ എന്ന് പറയും. കാരണം ഡിസ്റ്റിങ്ഷൻ ഇല്ല, കാരണം അത് ഞാൻ പ്രതീക്ഷിച്ചതാണ്. എനിക്കറിയാം ഞാൻ ഫസ്റ്റ് ക്ലാസ് എന്ന് പറഞ്ഞ് ഉള്ളിൽ മറ്റേ തുള്ളിച്ചാടി നമ്മൾ വരുന്നത്. അപ്പോഴും ആരെങ്കിലും ചോദിക്കുന്നതാണ് ഡിസ്ട്രിക്ട് ഫസ്റ്റ് ക്ലാസ്സേ ഉള്ളൂ എന്നിങ്ങനെ ഒരു വിഷമമൊക്കെ കാണിച്ച് പറയും. അത് ശരി. അത് ഇടയ്ക്ക് അമ്മ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സയൻസിനെ കുറിച്ച് വലിയ അറിവില്ലെന്ന് തോന്നുന്നു. ഒരു ബൈക്ക് കത്തിച്ച കഥ ഞാൻ ഇങ്ങനെ കേട്ടായിരുന്നു. അമ്മക്ക് ഓർമ്മയുണ്ടോ? സ്കൂട്ടർ ഇങ്ങനത്തെ 100 എല്ലാം നമ്മൾ അറിയത്തില്ലല്ലോ. പല കാര്യങ്ങൾ ബസ്സേ പോയപ്പം ഉണ്ടായിട്ടുള്ള കാര്യങ്ങള് സ്കൂളിലെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓരോന്ന് പറയുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അത് ഏതാണ്ട് നീ ഇന്നാൾ പറഞ്ഞല്ലേ കണ്ടക്ടറുമായിട്ട് അതല്ല പൈസ എങ്ങാണ്ട് സ്കൂളിൽ നിന്ന് എനിക്ക് ഓർമ്മയില്ല ഇപ്പോൾ. അത് മറ്റേ സ്കൂളിൽ നിന്ന് കളക്ഷൻ, നമ്മുടെ സ്റ്റാമ്പ് കളക്ഷൻ ക്ലാസ് ലീഡേഴ്സിനെ ഏൽപ്പിക്കുക. ഞാൻ ക്ലാസ് ലീഡറായിരുന്നു. അപ്പോൾ ഞാൻ എല്ലാ പിള്ളേരെയും സ്റ്റാമ്പ് കളക്ഷൻ എല്ലാം കൂടെ കളക്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു 3 രൂപ വെച്ച് 90 രൂപ 100 രൂപ എന്തോ. അന്ന് 100 രൂപ, അന്ന് ഒരു നാരങ്ങ വെള്ളത്തിന് 2 രൂപയേ ഉള്ളൂ. 100 രൂപ എങ്ങാണ്ട് എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ ബോക്സിനകത്ത് ഇട്ടേക്കായിരുന്നു. അതെൻ്റെ ബാഗിനകത്ത് ഇട്ടിട്ട് ഞാൻ ഇതൊന്നും തപ്പിയിട്ടൊന്നും ബോക്സ് കിട്ടുന്നില്ല. അപ്പം ടീച്ചേഴ്സ് ഇതിവൻ അടിച്ചു മാറ്റി, ഇവരെല്ലാം കൂടെ കൂടി എന്തോ അടിച്ചു പൊളിച്ചാന്നൊക്കെ പറഞ്ഞ് മമ്മിയോട് പോയി പറയുകയും അവൻ വീട്ടിലുണ്ടോ, അവൻ്റെ പൈസ വീട്ടിലുണ്ടോ നോക്കണമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു. പക്ഷെ അതെൻ്റെ ബോക്സിൽ നിന്ന് പോയതാ. അത് പിറ്റേ ദിവസം ബസ്സിൽ നിന്ന് അവർ മറ്റേ ബോക്സ് തന്നു, പക്ഷെ പൈസ ഇല്ലായിരുന്നു. പൈസ പോയി. പിന്നെ മമ്മിയുടെ ശമ്പളത്തിൽ നിന്ന് പൈസ തന്നിട്ട് ഞാൻ കൊണ്ട് അവിടെ അടക്കുകയൊക്കെ ചെയ്തു. എല്ലാ കാര്യങ്ങളൊന്നും നമ്മൾ അറിയത്തില്ല സ്കൂളിലേതൊന്നും. പിന്നെ ടീച്ചേഴ്സ് ഈ അച്ഛൻ്റെ മോനായതുകൊണ്ട് അങ്ങനെ ഒരു ചെറിയ കൺസിഡറേഷൻ ഒന്നുമില്ല. ഈ അച്ഛൻ്റെ മോനുമാണ് ടീച്ചറിന്റെ മോനുമാണ്. അപ്പൊ ആ സമയത്തെ ഒരു പഴഞ്ചൊല്ല് എന്താന്ന് വെച്ചാൽ അച്ഛന്മാരുടെ മക്കളും ടീച്ചർമാരുടെ മക്കളും ഭൂലോക പിഴകളാണെന്നാണ് അന്നത്തെ പറച്ചില്. അപ്പം ടീച്ചർമാരൊക്കെ ക്ലാസ്സിലൊക്കെ എഴുന്നേപ്പിച്ചിട്ടുണ്ട്. ചുക്കില്ലാത്ത കഷായം എന്ന് പറഞ്ഞ പോലെയാണല്ലോ നിന്റെ കാര്യം, നീ ഇല്ലാത്തൊരു കേസില്ലല്ലോ, നിന്റെ അമ്മ ഒരു ടീച്ചറല്ലേ, നിന്റെ അപ്പനൊരു അച്ഛനല്ലേ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സിൽ നമ്മളെ ഭയങ്കരമായിട്ട് അവമാനിക്കൊക്കെ. അപ്പം അന്ന് ഞാൻ തീരുമാനിക്കും ഇനിയും ഇങ്ങനൊരു കേസ് ഞാനിവിടെ എഴുതിയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ എല്ലാ ആഴ്ചയും അത് ഈ അച്ഛൻ്റെ വക എന്നുള്ളത് പറയുമ്പോഴേ എനിക്ക് സെയിം ബേസിലെൻ്റെ എനിക്ക് സെയിം ഓർമ്മ. ബേസിലെൻ്റെ അച്ഛൻ്റെ മോൻ. അപ്പോൾ ഇവർക്ക് ഭയങ്കര റെസ്ട്രിക്ഷൻസ് ആണെന്ന് പറയും. പല കാരണം എല്ലാവരും ഇത് അച്ഛൻ്റെ മോനാണ് കേട്ടോ, അവനൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഇതേപോലെ ഓർത്തഡോക്സിൽ അച്ഛൻ്റെ മോനാണ്. അപ്പൊ അങ്ങനെ ഒരു സ്കാനിങ് ഞങ്ങൾക്ക് ലോകത്തിന്റെ ഏത്, എനിക്ക് ആ സമയത്ത് ഇന്നിപ്പോ ഫേസ്ബുക്കും വാട്സപ്പും ക്യാമറയും CC ക്യാമറയും ഒക്കെ CCTV ഒക്കെ ഇത്രയും വന്നിട്ടുണ്ട്. എന്നാലും അന്ന് ഞാൻ എന്തെങ്കിലും കാണിച്ചാൽ അത് അന്നേരം വീട്ടിലറിയുമായിരുന്നു. ഇതിനെക്കാട്ടിലും വലിയ CCTVകളായിരുന്നു. അപ്പൊ എനിക്ക് ഒരു കള്ളത്തരങ്ങളും കാണിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ആ കള്ളത്തരം കാണിക്കും, നേരെ ചെന്ന് പപ്പായോട് പറയും. ഞാൻ സിനിമ കാണാൻ പോയാൽ നേരെ വന്നിട്ട് പപ്പ ഞാൻ ഇന്നൊരു സിനിമ കാണാൻ പോയി എന്ന് പറയും. അപ്പൊ അതിനെ പപ്പ എപ്പോഴും പ്രോത്സാഹിപ്പിച്ചിരുന്നു. അതുകൊണ്ട് എനിക്ക് പപ്പയുടെ അടുത്തൊരു കള്ളത്തരം പറയേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. എന്തെങ്കിലും ഒരു കള്ളത്തരം കാണിച്ചതിനെ പപ്പ എടാ എന്തിന് പോവാണെങ്കിലും നീ ഒന്ന് പറഞ്ഞിട്ട് പോകും. കാരണം നിനക്ക് എന്തെങ്കിലും പറ്റിയാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ അത് നീയാണെന്ന് ഞങ്ങൾക്കൊരു കണക്ഷൻ, നീ ഇന്ന വഴിക്ക് പോയിട്ടുണ്ട്. ഇപ്പം നീ
നീ ഇന്ന് ചങ്ങനാശ്ശേരിക്ക് പോവാണ്, നീ സിനിമ കാണാൻ പോവാണ്, നീ പറഞ്ഞിട്ട് പോയാൽ അവിടെ ഒരു ബസ് ആക്സിഡൻറ്റോ ഇന്ന് അന്നത്രയും ഇതൊന്നും അങ്ങനെ എന്തെങ്കിലും വന്നാൽ എൻ്റെ മോനും ആ വഴിക്ക് പോയിട്ടുണ്ടെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആക്ഷൻ എടുക്കാൻ പറ്റും. ഇപ്പം നീ പറയാതെ പോയി കഴിഞ്ഞാൽ നീ എന്തെങ്കിലും അബദ്ധത്തിൽപ്പെട്ടു, ആര് ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്ന ഒരു സാധനം പപ്പ അന്നേ പറഞ്ഞു തരുമായിരുന്നു. അതുകൊണ്ട് അത് മാത്രമല്ല, മെയിൻ പ്രശ്നം ഇതാണ്, കള്ളത്തരം കാണിച്ചാൽ അപ്പം വീട്ടിലാണ് പിടിക്കും. എന്നാൽ പിന്നെ അതിനു മുമ്പ് നമ്മൾ തന്നെ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞിട്ട്, അതും പപ്പ പറഞ്ഞു, നാട്ടുകാർ പറഞ്ഞിട്ട് നീ നിന്റെ ഒരു കേസ് നാട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ അറിയാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വളരെ ക്ലീൻ ആയിരുന്നു പപ്പാടെ അടുത്ത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പം അന്ന് 9ാം ക്ലാസ്സിലും 10ാം ക്ലാസ്സിലും ഒക്കെ നമ്മളെക്കാട്ടിലും വളരെ പ്രായം കൂടിയ ആൾക്കാരും പഠിക്കുന്നുണ്ട്. കാരണം ഈ ഓൾ പാസ് വരുന്നതിന് മുമ്പാ. എന്താ 10-20 വയസ്സ് വരെയുള്ള ചേട്ടന്മാരോട് നമ്മൾ പഠിച്ചിട്ടുണ്ട് 10ാം ക്ലാസ്സിൽ. 10ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 15 വയസ്സ്, 5 വർഷം കൂടെ കഴിഞ്ഞാൽ 20 ആയി. അപ്പോൾ അങ്ങോട്ടുള്ള ചേട്ടന്മാരോട്, അപ്പോൾ ഇവര് സ്കേർട്ടൊക്കെ വലിക്കും ക്ലാസ്സിൽ. അപ്പോൾ ഇവന്മാരെ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ്. നമ്മുടെ കൂടെ പഠിക്കുന്നെങ്കിലും ഇവന്മാരെ കാണുന്ന തന്നെ പേടിയാണ്. അപ്പോൾ അതിലൊരുത്തൻ ഒരു ദിവസം ഒരു ബീഡിയൊക്കെ വരും. ഞങ്ങൾ രാവിലെ 9:30-ക്കാണ് സ്കൂൾ തുടങ്ങുന്നത്. അപ്പോൾ ഞാനൊരു 8:30 ആകുമ്പോൾ സ്കൂളിലെത്തും. ഞങ്ങൾ അവിടെ നിന്ന് അങ്ങോട്ടുള്ള ബസ് ആ സമയത്താണ്. അപ്പോൾ 8:30 ആകുമ്പോൾ സ്കൂളിലെത്തി. അപ്പം രാവിലെ ചെന്നിട്ട് ഒരു റൗണ്ട് കളിയുണ്ട്. കളിച്ച് വേർത്ത് കുളിച്ചാണ് നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ആ കളിയുടെ ഇടയിൽ ഇങ്ങനെ ഒരുത്തൻ ബീഡിയൊക്കെ സ്കേർട്ടൊക്കെ വലിച്ച് ഇങ്ങനെ ഉണ്ടെന്ന് എന്തോ ഒരു കേസിന് ഇവൻ ആ സ്കേർട്ട് ഒരിടത്ത് വെച്ചിട്ട് അങ്ങോട്ട് മാറിപ്പോയിച്ചിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ എടുത്തിട്ട് ഒരു പുക ഇങ്ങനെ ഒരു കൗതുകം ഊതി വെച്ചു. ഒരു പ്രാവശ്യം ഊതിയിട്ട് അവിടെ വെച്ചു. പിന്നെ ഞങ്ങൾ തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി. വൈകിട്ട് വീട്ടിൽ വന്നപ്പോൾ പപ്പ അടിയോടുകൂടിയാണ് എന്നെ വരവേൽക്കുന്നത്. നിനക്ക് സ്കേർട്ട് വലിക്കണം അല്ലടാ. നിനക്ക് ഒരു പാക്കറ്റ് ഞാൻ മേടിച്ചു തരും, നീ വലിച്ച് അകത്തോട്ട് എടുക്കൂടാ. ഞാൻ ചോദിച്ചു അതെങ്ങനെ, ഇങ്ങനെ എടുക്കുവോ? ഞാൻ പറഞ്ഞില്ല. അങ്ങനെ എടുപ്പിച്ച് ഒരു പാക്കറ്റ് മുഴുവൻ നിന്നെ കൊണ്ട് ഞാൻ അങ്ങനെ എടുപ്പിച്ച് ഞാൻ വിടും. ഞാൻ ഓർത്ത് ദൈവമേ, ഒരു ആര് വന്ന് പറയാനാണ് ഈ സമയം കൊണ്ട്, സ്കൂളിൽ നിന്ന് ഞാൻ എത്തിയിട്ടേ ഉള്ളൂ. ഇത് നേരത്തെ പപ്പ അറിഞ്ഞിട്ടിരിക്കണം. അപ്പം ഇതൊക്കെ നമ്മൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പുള്ള ഒരു താക്കീതുകളായിരുന്നു കൃത്യ സമയത്ത്. എന്ത് കള്ളത്തരം കാണിച്ചാലും. പിന്നെ അതിന് വേറൊരു കാര്യമുണ്ട്, മറ്റാരും കാണാത്ത രീതിയിൽ കള്ളത്തരം കാണിക്കാനും കൂടിയുള്ള ഒരു ത്വര നമ്മുടെ ഉള്ളിലുണ്ടാവും. പക്ഷെ എന്നാലും ഈ പറയുന്നല്ലോ, നമ്മൾ ആ സമയത്ത് ഒരു മര്യാദക്കുള്ള പരിപാടികളൊക്കെ ഉള്ളൂ. അല്ല, അപ്പോഴും അത്രയല്ലേ ഉള്ളൂ. നമ്മളെ അറിയുന്ന ലോകം നമ്മൾ എക്സ്പോസ് ആവുന്ന അത്ര തന്നെയല്ലേ ഉള്ളൂ. അവിടെ എല്ലാവർക്കും നമ്മളറിയാം. ഈ പറഞ്ഞ പോലെ സ്പെഷ്യലി അച്ഛൻ്റെ മോനും കൂടെ ആയതുകൊണ്ട് എല്ലാവരും അറിയാം. അതുകൊണ്ട് നമുക്കൊരു ലിമിറ്റേഷനും കൂടെ നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പം എന്നെ അറിയത്തില്ല എന്ന്, ഞാൻ ഇന്നയാളുടെ മകനാണെന്ന് അറിയത്തില്ല എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നതെങ്കിൽ അവിടെ എൻ്റെതായിട്ടുള്ളൊരു സ്വാതന്ത്ര്യ പ്രഖ്യാപനമുണ്ട്. ഞാൻ അനുഭവിക്കുന്ന ഒരു ഫ്രീഡം ഉണ്ട്. ആരും നമ്മളെ അറിയില്ല എന്ന് പറയുന്നൊരു ഫ്രീഡം ഉണ്ട്. അതിപ്പം ഞാൻ ടി വിയിലൊക്കെ വന്ന് സിനിമയിലൊക്കെ വന്ന് മുഖപരിചിതമായതിനു ശേഷം എവിടെ ചെന്നാലും ആൾക്കാർക്ക് എന്നെ അങ്ങനെ അറിയാം. പക്ഷെ അതെന്നെ ബാധിക്കുന്ന ഒരു റെസ്ട്രിക്ഷൻ അല്ല. ഞാനൊരു മുഖപരിചയമുള്ള ഒരാളെന്നുള്ളത്, അല്ലെങ്കിൽ ഒരു ടെലിവിഷൻ ആങ്കർ, അല്ലെങ്കിൽ ഒരു സിനിമാ നടൻ എന്നുള്ള രീതിയിൽ ആൾക്കാരെന്നെ നോക്കുന്നതിനെ പറ്റി ഞാൻ ബോധേഡല്ല. ഞാൻ എൻ്റെ സ്വാതന്ത്ര്യങ്ങൾ അപ്പോഴും ഞാൻ ആസ്വദിക്കാറുണ്ട്. പക്ഷെ അച്ഛൻ്റെ മകൻ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഭയങ്കര ഉത്തരവാദിത്വമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതൊരു ഭയങ്കര ഒരു അസ്വാതന്ത്ര്യവും നമുക്ക് തന്നിരുന്നു. അപ്പോൾ അങ്ങനെ തന്നെ അറിയാത്തൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിന്റെ ഒരു സ്വാതന്ത്ര്യം അപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി. കോളേജ് അല്ല, അത് പപ്പ കൊടൈക്കനാലിലും എല്ലാവർക്കും അറിയാം. ഞങ്ങള് ഇരുന്നൂറ് ഇടവേല് ഒരാളിന്റെ റിലേഷൻ ആയിരുന്നു. അവിടുത്തെ അവിടുത്തെ മോളുടെ ഭർത്താവിന്റെ ബ്രദറിന്റെ ആയിരുന്നു. ഞാൻ എല്ലായിടത്തും അണ്ടർ CCTV ഇപ്പൊ അമ്മ ഇപ്പൊ ഫസ്റ്റ് ഇപ്പൊ ചാനലിൽ കാണാൻ തുടങ്ങി, അതാണല്ലോ ഫസ്റ്റ്. അപ്പം ഉള്ളൊരു സന്തോഷം, അവൻ പഠിക്കാൻ വിട്ടത് അത് തന്നെ ചെയ്യുന്നുണ്ട്, അപ്പൊ ടിവിയിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളൊരു സന്തോഷം. അതൊക്കെ അന്ന് വലിയ സന്തോഷമായിരുന്നു. ഓരോരുത്തരൊക്കെ വിളിച്ച് പറയുകയും എടുക്കുകയും. ആദ്യമേ തുടങ്ങി എന്തുവാ പഞ്ചി, അത് മറ്റേ ക്രൈസി റെക്കോർഡ്സ്. അത് കഴിഞ്ഞാ പിന്നെ വാൽക്കണ്ണാരിലോട്ട് പോയത്. അതൊക്കെ പിന്നെ എല്ലാവർക്കും കാണുകയും എല്ലാവർക്കും വലിയ സന്തോഷമായിരുന്നു. എന്നാലും മമ്മി പറയും, എടാ ഇതൊക്കെ എത്ര നാള് പുതിയ പിള്ളേര് വരത്തില്ലേ, ജോലി ചെയ്യ്. 2 ദിവസം വീട്ടിൽ വന്ന് ചിലപ്പോൾ ഒരാഴ്ച ഇരിക്കുമ്പോൾ ഞാൻ ചോദിക്കും, പരിപാടിയൊന്നും ഇല്ലേ? വീട്ടിൽ നമുക്ക് പ്രോത്സാഹനം. മമ്മി ഒരാഴ്ച കഴിയുമ്പോഴേ ചോദിക്കത്തുള്ളൂ. നാട്ടിൽ എന്നെ കണ്ടാൽ അപ്പം നാട്ടുകാർ ചോദിക്കും, ഇപ്പൊ പരിപാടിയൊന്നും ഇല്ലേ, ഇപ്പൊ സിനിമയൊന്നും ഇല്ലേ? ഞാൻ പറയില്ല. എന്ത് പറ്റി? ഞാൻ ഔട്ടായി. വീട്ടിൽ നീ കോച്ചിങ് കിട്ടുന്നുണ്ട്, നമുക്ക് ആ പേടിയില്ല. എനിക്ക് പെട്ടെന്ന് ഇപ്പൊ കണക്ട് ചെയ്യാൻ പറ്റുന്ന KR രാഹുലിന്റെ ഒരു കഥ പറഞ്ഞല്ലോ.
കേരളത്തിൽ കോവിഡ് ടൈമിൽ വീട്ടിലിരിക്കുമ്പോൾ അമ്മ പറയാന്ന് അപ്പുറത്തെ മറ്റേ സ്കൂൾ ടീച്ചർ നോക്ക് അവർ ഓൺലൈനിൽ ഇരുന്ന് ക്ലാസ് എടുക്കുക, ഗവൺമെന്റ് ഉദ്യോഗ. അപ്പൊ അമ്മയ്ക്ക് അറിയില്ല ഇത് ഇവനിവിടെ ക്രിക്കറ്റർ ആയതുകൊണ്ട് ഇവന് ഗവൺമെന്റ് ഉദ്യോഗാന്നറിയില്ല. അപ്പൊ അമ്മമാരെപ്പോഴും അത് ഉദ്ദേശിക്കുന്ന അമ്മമാരെപ്പോഴും അങ്ങനെയാണ്. അവർക്ക് അവരുടെ അമ്മ ഒന്നും ചെയ്യുന്നില്ല, വീട്ടിൽ 2 ദിവസം ഇരിക്കുമ്പോൾ അവർക്ക് ടെൻഷൻ ആവും. അതേ ടെൻഷൻ ഉണ്ടാവില്ല അമ്മ എല്ലാവരും. ഞാൻ അന്നേരമൊക്കെ നമ്മുടെ ഗൾഫിലിരുന്ന ഞങ്ങള്, അപ്പൊ അവിടുന്ന് വരുന്നവരോടൊക്കെ ഞാൻ പറയുമായിരുന്നു എന്തെങ്കിലും ജോലി, എന്റെ മോൻ എന്തേലും ഒരു ജോലി. ഞാൻ ഒത്തിരി പറഞ്ഞതാ. കാരണം എന്റെ പ്രശ്നം എന്ന് പറയും, ഇവരൊക്കെ നമ്മളെ TV കൂടെ കണ്ടിട്ട് സെലിബ്രിറ്റിയാണ്, അതിനെ കൂടെ ഒന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴാണ് ഇവിടുന്ന് മമ്മി അവൻ എന്തെങ്കിലും ഒരു ജോലി. അപ്പൊ അവര് ഇവൻ രക്ഷപ്പെട്ടില്ലല്ലേ, TV കാണുന്ന മാത്രമേ ഉള്ളൂ അല്ലേ, ഇവരൊന്നും വരുമാനം ഒന്നും കാണത്തില്ല. അതുകൊണ്ടാ എല്ലാരോടും ഒന്നും പറയത്തില്ല, നമ്മളുമായിട്ട് അത്ര അടുപ്പം മതിയല്ലോ, മലയാളികളിൽ ഒരാളോട് പറഞ്ഞാൽ പോരെ, ഇതങ്ങ് പൊക്കോളുകയല്ലോ. പിന്നെ ഇടയ്ക്ക് വല്ല സിനിമ കിട്ടിയത് കൊണ്ട് നമുക്ക് വല്ലതും ആയോ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പം അതിലും ടെൻഷൻ, രണ്ടുപേർക്കും സ്ഥിര വരുമാനം ഇല്ലെങ്കിൽ ഇനി രണ്ടുപേരെയും ഞാൻ ഒടിയാലും ഷീബായിക്ക് സ്ഥിര വരുമാനമുള്ള ജോലി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇനി അവനെ ഗൾഫിലും പോകണ്ട, എങ്ങും പോകണ്ട, ഇവിടെ കിട്ടുന്നതുകൊണ്ടൊക്കെ ജീവിച്ചോളൂ എന്നുള്ളൊരു. മമ്മി വേദോസതി പത്രോസിന്റെ കാര്യം പറഞ്ഞില്ല, കണ്ട് മാത്രമേ വിശ്വസിക്കത്തുള്ളൂ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മമ്മി കണ്ടിട്ടേ വിശ്വസിക്കുന്നുള്ളൂ. എന്റെ പപ്പ 2012 മരിക്കുന്നത്. അപ്പോൾ എനിക്കും ഞാനും സെറ്റിലായിട്ടില്ല, വൈഫും സെറ്റിലായിട്ടില്ല, ഒന്നും ആയിട്ടില്ല. പപ്പ മരിക്കുന്നതിൻ്റെ അന്ന് ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് പപ്പ കിടന്നിട്ടാണ് പപ്പ മരിക്കുന്നത്. അപ്പോൾ അന്ന് പറഞ്ഞപ്പോഴും പപ്പ പറഞ്ഞു എനിക്ക് നിന്റെ കാര്യത്തിൽ എനിക്ക് ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞു. പപ്പ കാണാതെ തന്നെ വിശ്വസിച്ച ആളാ, നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഇല്ല, നീ എങ്ങനെയെങ്കിലും ജീവിച്ചു വെക്കോളൂ ഉറപ്പാ എന്ന് പറഞ്ഞായിരുന്നു. ഈ നമ്മളുടെ ടെലിവിഷൻ കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞില്ലേ നമ്മൾ വരുന്നത്? അല്ല, നമ്മളിലാണ് ആദ്യത്തെ സിനിമ. ആ ടെലിവിഷൻ ഉള്ള സമയത്ത് തന്നെ 2005 വരെയുള്ള എല്ലാ കാര്യങ്ങളും മറ്റേ നമ്മുടെ മെയിൻ കോഴ്സിൻ്റെ കൂടെ കിട്ടുന്ന ഡിപ്സ് എന്ന് പറയുന്ന പോലെയാണ് എനിക്ക്. കാരണം മെയിൻ കോഴ്സ് ടെലിവിഷൻ ആങ്കറായിട്ട് TV പ്രോഗ്രാം ഭയങ്കര ഹിറ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു, ഡെയിലി ഷോ, ഡെയിലി വരുമാനം. അതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പിൽ പോയി ഒരു സിനിമയിൽ മോൻ കാണിക്കുക, തിരിച്ചു വരിക, സിനിമയിൽ മോൻ കാണിക്കുക. ഇതാണ് 2005 വരെ. 2005 അച്ഛനുറങ്ങാത്ത വീട് ചെയ്യുന്നത്. അതിനുശേഷം ഈ ലാലുവേട്ടൻ്റെയും പിന്നെ ബ്ലസ്സിയേട്ടൻ നമ്മുടെ വീടിനടുത്ത് ഇറത്തിരുമല്ലേ. അപ്പോൾ ഇവരെല്ലാം പറഞ്ഞിട്ടാ നീ സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ TV നിന്ന് കുറച്ച് മാറി നിൽക്കണം. അവരുടെയൊക്കെ നിർദ്ദേശങ്ങളിലൂടെ നമ്മൾ TV നിന്ന് മാറി നിൽക്കുകയാണ്. ഈ TV നിന്ന് മാറി നിൽക്കണമെന്ന് പറഞ്ഞ് ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു. പക്ഷെ TV നിന്ന് മാറി നിന്നിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ ചോദിച്ചുമില്ല, അവരോട്ട് പറഞ്ഞില്ല. ചോദിച്ചാലേ പറയത്തുള്ളൂ. അപ്പോൾ അവരോട് ചോദിച്ചാൽ നീ അന്വേഷിക്കണം, വേഷങ്ങൾ അന്വേഷിക്കണം എന്നൊക്കെ അവർ പറയത്തുള്ളൂ. പക്ഷെ എൻ്റെ വിചാരം ഞാൻ ഇത്ര സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്, ഇത് കണ്ടിട്ട് എന്നെ വിളിക്കുമായിരിക്കും എന്നുള്ള ചിന്തയിലാണ് ഞാൻ 2005 മുതൽ 2015 വരെ ഇരുന്നു. ആ സമയത്ത് വളരെ അടുത്ത സുഹൃത്തുക്കളുടെ സിനിമകളും അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ബന്ധത്തിലൂടെ കിട്ടുന്ന സിനിമകളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനിടയ്ക്കല്ലയോ ദുബായിലെ FM-ൽ കളിച്ച ജോലി, റേഡിയോ. മിഥുനും ഞാനും എല്ലാം ഒരുമിച്ച് പോകേണ്ടതാ, ഞാൻ വേണ്ടെന്ന് വെച്ചു, മിഥുൻ പോയി. അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടല്ലേ? അതൊക്കെ നമ്മൾ കഴിഞ്ഞിട്ട് പിന്നെ അന്ന് നായകനായിട്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞ പോവാതിരുന്നത് സിനിമയില്. അന്നൊരു പടം അനൗൺസ് ചെയ്തു എന്നെ നായകനാക്കിയാ, അതറിഞ്ഞില്ല. അതൊരു പടം നടന്നില്ലല്ലോ, പിന്നെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു പടം അനൗൺസ് ചെയ്തു. ഞാനും സുജാ കാർത്തികയും വന്ന് ഞങ്ങള് ഹീറോയിൻസ്. അപ്പൊ ഞാൻ അടുത്തത് മലയാള സിനിമയിലെ അടുത്ത രോമാഞ്ചം. അത് അതിനു വേണ്ടിയിട്ടല്ല, ഞാൻ റേഡിയോ ടെലിവിഷൻ ബൂം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് റേഡിയോയിലേക്ക് വിളിക്കുന്നത്. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പം നമ്മൾ നിൽക്കുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പടി മുകളിലോട്ട് വേണ്ടേ കയറാൻ, അങ്ങനെ പോകാനതാ. അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് പല കാരണങ്ങൾ കൊണ്ട് പോയില്ല. പക്ഷെ അന്ന് പോയിരുന്നെങ്കിൽ ഫിനാൻഷ്യലി നമ്മൾ ഭയങ്കരമായിട്ട് സെക്യൂർ ആയതിന്, അതിന് യാതൊരു സംശയമില്ല. ഞാൻ നല്ലൊരു അവതാരകനായിരുന്നു എന്നെനിക്ക് നല്ല വിശ്വാസം അന്ന് ഇന്നുമുണ്ട്. എനിക്ക് അവിടെ ഫ്ലറിഷ് ചെയ്യാൻ പറ്റിയേന്, അതൊക്കെ ആത്മവിശ്വാസം കേട്ടോ. പക്ഷേ ഈ പറഞ്ഞ നമ്മൾ പല ആഗ്രഹങ്ങളും മൂടി വെച്ചിട്ട് വേണം, അല്ലെങ്കിൽ പല അസ്വസ്ഥതകളെ നേരിട്ട് വേണം ഞാൻ അവിടെ നിൽക്കാൻ. സിനിമയിൽ പുതിയ ആൾക്കാർ വരും, സിനിമയിൽ പലരും നല്ല വേഷങ്ങൾ ചെയ്യും, ഇതൊക്കെ കണ്ട് വേദനിക്കേണ്ടി വരും. ഇവരെയൊക്കെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വരും. അതൊക്കെ വരുമ്പോൾ എനിക്ക് ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ആകായിരുന്നു എന്ന് പറയുന്നൊരു തോന്നലുണ്ടാവും. ഞാൻ എന്തായാലും അന്ന് ആ തീരുമാനം എടുത്ത് പോകുന്നില്ല, സിനിമ തന്നെ നോക്കാം തീരുമാനം എടുത്തു. അതിൻ്റെ പേരിൽ ഒത്തിരി
അനുഭവങ്ങൾ എല്ലാ അനുഭവങ്ങളാണ്. നല്ല അനുഭവങ്ങളും മോശം അനുഭവങ്ങളും അതെല്ലാം പാഠങ്ങളാണ്. അതിലൂടെ ഒക്കെ പോയി ഇവിടെ വരെ എത്തി. ഇപ്പൊ ഇനി എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലൊരു കുഴപ്പമില്ല എന്നുള്ള മൈൻഡ് സെറ്റിലാണ്. അമ്മ ഫസ്റ്റ് കാണാൻ പോകുന്ന തിയേറ്ററിലേക്ക് പോകുന്ന പടം ആ ഒരു മെമ്മറി ഓർമ്മയുണ്ട്? അമ്മേനെ കൊണ്ട് പോകുന്ന നമ്മള് കാണാൻ തന്നെ ഉണ്ട്. പിന്നെ അച്ഛൻ ഇറങ്ങാത്ത വീട് കണ്ടു. പപ്പ കണ്ടില്ലേ? പപ്പ ഒറ്റയ്ക്ക് പോയി കണ്ടു. അപ്പൊ ഈ നമ്മൾ കണ്ടപ്പം ആ ഒരു എക്സൈറ്റ്മെന്റ് എങ്ങനെയാണ്? അത് മകന്റെ പടം ഇതൊന്നും ഒരു എഫേർട്ടായിട്ട് തോന്നണ്ടേ ഇവർക്ക്? ഡാൻസ് കളിക്കുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് എപ്പോഴും അങ്ങനെയാണല്ലോ. ഇതൊരു ഈസി പരിപാടിയാണ്. നമ്മുടെ സ്ട്രഗിൾ എന്തായാലും ശ്രദ്ധിക്കുന്ന ഒരു വേഷം കിട്ടണം എന്നുള്ളായിരുന്നു. അതെന്നാ കിട്ടിയത്? അതെ അത് കിട്ടിയത് ഈ ആക്ഷൻ ഹീറോയിൻ അതല്ലേ? ഞാനിപ്പോ എല്ലാം ഒന്നും കണ്ടിട്ടില്ല സിനിമ കേട്ടോ. മമ്മിക്ക് ഒരു സന്തോഷം തോന്നി. അത് നല്ല അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. കാണുമ്പോ എനിക്ക് പിന്നെ ഞാൻ ആദ്യമായിട്ട് നായകനായ സിനിമയാണ് പുരുഷപ്രേതം. പുരുഷപ്രേതം കണ്ട്. അതിനകത്ത് പരസ്ത്രീ ബന്ധമുണ്ട്, പുകവലിയുണ്ട്, മദ്യപാനമുണ്ട്, എല്ലാം ഉണ്ട്. അപ്പം മമ്മിയുടെ ഇത്രയും കാലത്തൊരു കാത്തിരിപ്പല്ലേ മകന്റെ ഒരു. അങ്ങനെ ഞാൻ മമ്മിയെ പ്രിവ്യൂ കൊണ്ടുപോയി കാണിച്ചു. ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാരും കൈയൊക്കെ അടിച്ച് എഴുന്നേറ്റ് ഞങ്ങളെല്ലാം ഇങ്ങനെ വരിക. അപ്പൊ ഞാനിങ്ങനെ മമ്മിയെ നോക്കി അഭിമാനത്തോടെ. അപ്പൊ എന്റെ മനസ്സിലെ വിഷ്വൽ എന്ന് പറഞ്ഞാൽ കണ്ണൊക്കെ നിറഞ്ഞ് നീ ചെയ്തല്ലോടാ എന്ന് പറഞ്ഞ നീ നന്നായിട്ടുണ്ട്. ഞാനിങ്ങനെ മമ്മിയെ നോക്കിയോ, മമ്മി ഇങ്ങനെ നടന്നു വന്നിട്ട് നീ ഒരു അച്ഛന്റെ മോനാണെന്നുള്ളത് സിഗരറ്റ് വലിയ കള്ളുകൂടിയൊക്കെ നീ ഇങ്ങനെ. ഞാൻ അങ്ങനല്ല, ഞാൻ അമ്മേ എന്റെ അമ്മേ. കള്ള് കൂടി പിന്നെ കട്ടൻ ചായയോ പെപ്സി ഒഴിച്ച് കുടിക്കാൻ സിനിമയില്. സിഗരറ്റ് തന്നെ വലിക്കണ്ടേ? അതെ അതാണ് പ്രശ്നം. അല്ല ചേട്ടാ, ഈ ഒരു റെക്കഗ്നിഷൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ ആക്ഷൻ ഹീറോ ബിജു അല്ലേ, അതില് എനിക്ക് തോന്നുന്നു ചേട്ടൻ മൊത്തം ഒരു ക്യാരക്ടർ എടുത്തിട്ടുണ്ടെങ്കിൽ ഒരു പടത്തിലെ കുറച്ച് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഏതാ? നമ്മുടെ എന്താ ജിൽ, അയ്യോ പടത്തിന്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഒരു കുറച്ച് എനിക്ക് തോന്നണ ഒരു നമുക്കൊരു പാവം ക്യാരക്ടർ വന്നു. ബാക്കി എല്ലാം കുറച്ചൊരു വില്ലൻ ഷെയ്ഡ്സ് അല്ലേ? ഏത് ക്യാരക്ടറായിരുന്നു? ഏത് പടം എനിക്കറിയാം, ഒരു പടം ചേട്ടൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ സിഗ്നിഫിക്കന്റ് അനുഗ്രഹീതൻ ആന്റണിയിലെ നല്ല പോസിറ്റീവാണ്, പാവമാണ്. പിന്നെ ചെമ്പരത്തിപ്പൂ എന്ന് പറഞ്ഞ പടത്തില് പോസിറ്റീവാണ്. അതൊക്കെ അല്ല, എല്ലാത്തിനകത്തും എന്തെങ്കിലും ഒരു കുനിഷ്ട് കാണും. എന്നെ നല്ലവനാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇയാൾ ഒരിക്കലും നല്ലവനാവില്ല എന്നുള്ള സംശയം ആൾക്കാർക്ക് വേണം എന്നുള്ളത് കൊണ്ടാണ് എന്നെ നല്ലവനാക്കി ഇടാറ്. പക്ഷെ ഇപ്പം എല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് ചെയ്യാൻ കൂടുതലുള്ളത് കൊണസ്റ്റ് വേഷങ്ങളാണ്. ഭയങ്കര നല്ലവനായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് അത്ര വലിയ എഫേർട്ടിൻ്റെ ആവശ്യമില്ല. കൊണസ്റ്റ് വേഷങ്ങൾക്കാണ് റിയാക്ഷൻസിലൊക്കെ ഈ കൊണസ്റ്റ് കൊണ്ടുവരണമല്ലോ. അപ്പം എനിക്കിപ്പോൾ ഒരു ഭയങ്കര നല്ലൊരു ക്യാരക്ടറും പോസിറ്റീവ് ക്യാരക്ടറും നല്ലൊരു നെഗറ്റീവ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ എനിക്കെപ്പോഴും നെഗറ്റീവ് എടുക്കാനേ തോന്നത്തുള്ളൂ. അൺലെസ് ഇറ്റ് ഈസ് ചെയ്ത് ക്ലീഷെയ്ഡ് ആകാതെ ഞാൻ തന്നെ ചെയ്ത് എനിക്ക് തന്നെ പുതുമ തോന്നാത്തല്ലാത്ത സമയത്ത് മാത്രമേ ഞാൻ വേറെണ്ണത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം ഈ ആസ് എൻ ആക്ടർ ചേട്ടാ, ഇപ്പം നമ്മൾ ഇതിപ്പോൾ ചേട്ടൻ പറഞ്ഞ പോലെ ഏത് ക്യാരക്ടർ ആണെങ്കിലും നമുക്കത് ഒരു റിഫൈനിങ് ഉണ്ടല്ലോ. അപ്പോൾ ചേട്ടൻ ഇപ്പം ഒരു ക്യാരക്ടർ ചെയ്തു, ഇപ്പം നെക്സ്റ്റ് ക്യാരക്ടറിലേക്ക് പോകുമ്പോൾ ഒരു ഹോംവർക്ക് എങ്ങനെയായിരിക്കും? അത് അങ്ങനെ എന്തെങ്കിലും ഹോംവർക്ക് ചെയ്യുന്നതായിട്ട് പഠിക്കുമ്പോഴോ ഒരു ഹോംവർക്ക് ചെയ്തില്ലെങ്കിലും അല്ല, അത് ചെയ്യുന്നതായിരിക്കും. എപ്പോഴും ടി വിയും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ഇങ്ങനെ സിനിമ ഒക്കെ കാണുന്ന ഞാൻ ഓർക്കുന്നത് ഇതിങ്ങനെ ഓരോരുത്തർ ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കുമായിരിക്കും എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട് എനിക്ക്. അൺകോൺഷ്യസ് നടക്കുന്നുണ്ടാവും. ഞാൻ അതിനു വേണ്ടി എഫോർട്ടൊന്നും എടുക്കുന്നില്ല. ഞാനിപ്പം റീൽസ് കാണുകയാണെങ്കിൽ തന്നെ റീൽസിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആൾക്കാരുടെ റീലുകളൊക്കെ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവരെ അതുപോലെ ഇഷ്ടപ്പെടുന്നത്? ഈസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദ കണ്ടന്റ് ഓർ ദെയർ പെർഫോമൻസ്? ഇത് നോക്കും. ചിലതിൽ കണ്ടന്റ് ആയിരിക്കും. കണ്ടന്റ് സാധാരണക്കാരെ പോലെ ചെയ്ത് ഫലിപ്പിക്കുന്ന ഇതെല്ലാം ഒരു ക്യാമറയുടെ മുമ്പിൽ ചെയ്യണ്ടേ. ഇതൊരു ഈസി പരിപാടിയല്ല. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ആഗ്രഹമുള്ള എല്ലാവരും സിനിമയിലെ പരിപാടി എന്തോരം ആൾക്കാർ കോവിഡിന് ശേഷം യൂട്യൂബ് ചാനൽ മറ്റേ എത്ര പേര് സർവൈവ് ചെയ്യുന്നു എന്നുള്ളത് ഭാഗ്യം കൊണ്ട് മാത്രമല്ല ഈ സർവൈവൽ എന്ന് പറയുന്നത്. അത് അവരുടെ കഴിവ് കൊണ്ടൊക്കെ കൂടിയാണ്. അപ്പം അത് നോക്കും എങ്ങനെയാണ് ഇത് പിന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് ട്രെൻഡുകൾ മാറിക്കൊണ്ടിരിക്കുകയല്ലേ. അഭിനയത്തിൻ്റെ കാര്യത്തിലും ഇതേപോലത്തെ ചേഞ്ചസ് വരുന്നുണ്ട്, സബ്ജക്റ്റുകളുടെ കാര്യത്തിൽ വരുന്നുണ്ട്.
അപ്പം അങ്ങനത്തെ സിനിമകളിലെങ്ങാനും വിളിക്കപ്പെട്ടാൽ നമ്മൾ എങ്ങനെയാണ് ഇന്നത്തെ ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള നമ്മുടെ ചിന്തകളുണ്ട്. ആ ചിന്തകൾക്കൊരു ഉത്തരവൊന്നും നമുക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷേ അത് കിട്ടുന്നുണ്ടാവും. ആ ഉത്തരങ്ങൾ നമ്മൾ ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ ഇത് കിട്ടുന്നുണ്ടാവും. പെർഫോം ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് പുറത്ത് വരും. കറക്റ്റ് ആൻസറാണ് വരുന്നതെങ്കിൽ നമ്മൾ ആ പെർഫോമൻസിൽ പാസ്സാവും, റോങ് ആൻസറാണ് വരുന്നതെങ്കിൽ ആ പെർഫോമൻസിൽ ഫെയിൽ ആവും. അത്രേ നോക്കുന്നുള്ളൂ. അല്ലാതെ ഇന്നത് കറക്റ്റ് ആവും എന്ന് തീരുമാനിച്ചിട്ട് പോയി പെർഫോം ചെയ്യാനൊന്നും അങ്ങനത്തെ ഹോംവർക്കുകളൊന്നും ചെയ്യാറില്ല.